ഇളവുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച 3 പ്രധാനപ്പെട്ട സംഗതികളെ കോടതി തള്ളിക്കളഞ്ഞു. ഒരു തെറ്റും മുൻപ് ചെയ്യാത്ത ആൾ, അതുകൊണ്ട് ഇളവ് വേണം എന്നാവശ്യപ്പെടുന്നു. പ്രായം കുറവാണ്, അതുകൊണ്ട് ഇളവ് വേണം എന്നാവശ്യപ്പെടുന്നു. ഒപ്പം ഷാരോൺ ഉപദ്രവിച്ചതിന് പകരമായി ചെയ്ത ഒരു കൃത്യം, അതുകൊണ്ട് ഇളവ് വേണമെന്നാവശ്യപ്പെടുന്നു. ഇത് 3നെയും കോടതി തള്ളിക്കളയുകയാണ് സൈഫ് സൈൻ ലാബ്ദീൻ. എന്ന് വെച്ചാൽ ഇളവിന് വേണ്ടി വാദിക്കുന്ന ഒരു കാര്യവും നിയമപരമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി അക്കമിട്ട് പറയുകയാണോ? നിഷാദ്, അത് ഒറ്റ വാചകത്തിലല്ല പറയുന്നത്. കോടതി അത് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. കോടതി അത് ആ വാദങ്ങളെ ഗണ്ണിക്കാൻ വേണ്ടി കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം ബോധിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ വാദം പ്രായത്തിന്റെ ഇളവ് അനുവദിക്കണം എന്നുള്ളതാണ്. ഇന്നലെ മെനഞ്ഞാന്ന് ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്, അവർക്ക് പഠിക്കാൻ അനുമതി നൽകണം, പ്രായത്തിന്റെ ഇളവ് പരിഗണിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകണം. സാധാരണഗതിയിൽ കോടതികൾ ചെയ്യാറുള്ളത് പ്രായം പരിഗണിക്കും, ഇവർക്ക് തിരുത്താൻ വേണ്ടിയുള്ള അവസരം നൽകും, തിരുത്തപ്പെടുമെന്ന ബോധ്യം കോടതിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് കോടതി സാധാരണഗതിയിൽ ജീവപര്യന്തം നൽകാറുള്ളൂ. പക്ഷേ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജിന് എം ബഷീറിന് ബോധ്യപ്പെട്ടു ഇവർ തിരുത്തില്ല, കാരണം ഇവർ തിരുത്തപ്പെടാൻ പറ്റുന്ന മാനസികാവസ്ഥയിലുള്ള സ്ത്രീയല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പ്രായത്തിന്റെ ഇളവ് ചോദിച്ച പ്രതിഭാഗത്തിനോട് കോടതി വിധിന്യായത്തിലൂടെ പറഞ്ഞു വെച്ചു പ്രായത്തിന്റെ ഒരിളവും ഈ സ്ത്രീ അർഹിക്കുന്നില്ല എന്ന്. കാരണം ഒരേ പ്രായത്തിലുള്ളവരാണ് രണ്ടുപേരും. ഒരേ പ്രായത്തിലുള്ള രണ്ടുപേരിൽ ഒരാളെ കൊന്ന ശേഷം എനിക്ക് ജീവിക്കാൻ അവകാശം വേണം എന്ന് ആ സ്ത്രീ പറയുന്നതിന്, ക്രൂരയായ ആ സ്ത്രീ പറയുന്നതിന് യാതൊരു ന്യായവുമില്ല എന്നാണ് ജഡ്ജി എം ബഷീർ പറഞ്ഞു വെച്ചത്. വിധിന്യായത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ അത് എഴുതി വെക്കുകയും ചെയ്തു. പ്രായം നോക്കിക്കൊണ്ട് അവരെ മാത്രം എനിക്ക് നോക്കിയാൽ പോരാ എന്ന് ജഡ്ജി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. വിധിന്യായത്തിന്റെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് പ്രായത്തിന്റെ ഇളവ് നോക്കണം എന്ന വാദം അത് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്ക് പ്രതിയെ മാത്രം നോക്കിയാൽ പോരാ, എനിക്ക് മറ്റുള്ളവരെ കൂടി നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നീട് പറയുന്നു ആ മറ്റുള്ളവരെ കൂടി നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ വിധി കേൾക്കാൻ വേണ്ടി ഈ ഷാരോൺ രാജിന്റെ കുടുംബാംഗങ്ങളെ, രക്ഷിതാക്കളെ ഞാൻ അകത്തേക്ക് വിളിച്ചിരുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രായത്തിന്റെ ഇളവെന്ന വാദം കോടതി തള്ളിക്കളയുന്നു. പിന്നീട് മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന വാദം ഖണ്ഡിക്കാൻ വേണ്ടി കോടതി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലാദ്യം കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് 307 വധശ്രമം അത് പോലീസ് ചുമത്തിയിട്ടില്ല എങ്കിലും ആ കുറ്റം സംശയാതീതമായി ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കുറ്റം ചുമത്താത്തത് കൊണ്ട് തന്നെ ശിക്ഷ നൽകാൻ കഴിയില്ല, പക്ഷെ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കോടതി ഇത് പരിഗണിക്കുമെന്നും കോടതി ഇത് ഒരു ആന്റിസിഡന്റ് ആയിട്ട് കാണുമെന്ന് നമുക്കറിയാൻ പറ്റും. അത് ചാർജ് ചെയ്തില്ലെങ്കിൽ പോലും അന്ന് കോടതി ഇത് മനസ്സിലാക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ. എന്റെ കേരള പോലീസിനെ അഭിനന്ദിക്കുക കൂടി ചെയ്ത ഈ കേസിലേക്ക് നമുക്ക് വളരെയധികം അഭിമാനത്തോടെയാണ് ഈ കേസ് കാണുന്നത്. അങ്ങനെ പ്രായത്തിന്റെ ഇളവ് തള്ളിക്കളഞ്ഞ കോടതി അവർക്ക് മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന വാദം അത് കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ജീവപര്യന്തം ശിക്ഷ കിട്ടാൻ കഴിയുന്ന കുറ്റം ചെയ്തയാൾ മുൻപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അവർ ബോധപൂർവം മുൻപ് വധശ്രമം നടത്തിയ ആളാണ്, പലകുറി കൊലപാതകത്തിന് ശ്രമിച്ചയാളാണ്. ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗ്രീഷ്മയെ അവരുടെ മുഖത്തേക്ക് നിഷാദ് ഒന്ന് നോക്കുക, എന്തെങ്കിലും വികാരം ആ സ്ത്രീയുടെ മുഖത്ത് ഇല്ല. അവർ വളരെ കൂളായി രാവിലെ വന്ന് ഇറങ്ങിയ ഗ്രീഷ്മ വധശിക്ഷ വിധിക്കപ്പെട്ട തൂക്കുകയർ കാത്തിരിക്കുന്ന ആളായിരുന്നില്ല. പക്ഷേ ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ഗ്രീഷ്മ തൂക്കുകയർ കാത്തിരിക്കുന്ന ആളാണ്. ആ തൂക്കുകയർ കാത്തിരിക്കുന്ന ആളുടെ മുഖത്തുണ്ടാകേണ്ട അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകേണ്ട എന്തെങ്കിലും വികാരം ആ സ്ത്രീയുടെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർ കോടതി മുറിയിലും ഇതേപോലെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരോട് തെളിവെടുപ്പിന് പോയപ്പോഴും ഇതേപോലെയായിരുന്നു. കൂടുതൽ സംസാരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ വിശദീകരിച്ച് പോയ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ ഘട്ടം മുതൽ അവർ ഇങ്ങനെ തന്നെയായിരുന്നു. അവർ പക്ഷേ പ്രതീക്ഷിച്ചിരിക്കണം ഒരു ജീവപര്യന്തം തടവിലൊക്കെ അതങ്ങ് ഒതുങ്ങും എന്നവർ പ്രതീക്ഷിച്ചിരിക്കണം. ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താകുന്ന കാഴ്ചയാണ് നമുക്കിന്ന് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അത് കേട്ടപ്പോഴും അത് അവിടെ നിന്ന് ജഡ്ജി അത് വായിച്ചപ്പോഴും ഒന്നും ഒരു വികാരവും ഇല്ലാതിരുന്ന സ്ത്രീ അതേ നിർവികാരതയോടുകൂടിയാണ് ഇപ്പോൾ ഈ കോടതിക്ക് പുറത്തേക്ക് വരുന്നത്. ഇവരെ നേരെ ഇപ്പോൾ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിധിപ്പകർപ്പുമായിട്ടാണ് അവർ അവിടുത്തെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന ആദ്യം ഉണ്ടാകും. ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ഗ്രീഷ്മ എന്ന
തൂക്കുകയർ കാത്തിരിക്കുന്ന, കൊലക്കയർ കാത്തിരിക്കുന്ന, സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്ന ക്രൂരയായ കൊലപാതകം നടത്തിയെന്ന് കോടതി കണ്ടെത്തിയ ആ സ്ത്രീ അല്പസമയത്തിനകം തന്നെ ഫോർട്ട് ആശുപത്രിയിലെ ഈ മെഡിക്കൽ പരിശോധന, വൈദ്യപരിശോധന കഴിഞ്ഞ് തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിലിനുള്ളിലേക്ക്, അറകൾക്കുള്ളിലേക്ക് വീണ്ടും പോകും. നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ അവർ പരോളിൽ ജാമ്യത്തിലും ഒക്കെ പല ഘട്ടങ്ങളിലും ഇറങ്ങിയിരുന്നു. മാവേലിക്കര കോടതിയിലുണ്ടായിരുന്നപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അവർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി പക്ഷേ തൂക്കുകയറായതുകൊണ്ട് തന്നെ അവർക്ക് പരോളുമില്ല, പുറത്തിറങ്ങാനും കഴിയില്ല. വലിയ ജനത്തിരക്ക് കോടതിക്ക് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വാഹനം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെ അങ്ങോട്ട് ഇവിടെ നിന്ന് വനിതാ ജയിലിലേക്ക്, അത് ഫോർട്ട് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അവരെ വനിതാ ജയിലിലേക്ക് മാറ്റുന്നു. അങ്ങനെ 3 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഷാരോൺ രാജ് വധക്കേസിലെ 1-ാം പ്രതി ഗ്രീഷ്മ എന്ന് 23 വയസ്സുള്ള ഗ്രീഷ്മ എന്ന സ്ത്രീക്ക് കൊലക്കയർ വിധിച്ചിരിക്കുന്നു. ആ കൊലക്കയറും വാങ്ങിക്കൊണ്ട് ഗ്രീഷ്മ എന്ന സ്ത്രീ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് വനിതാ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് പോവുകയാണ്. അവരെയും കൊണ്ട് പോലീസ് ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവരെ വനിതാ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി നിയമ നടപടിയാണ് അവരുടെ മുന്നിലുള്ള ഏകമാർഗം. സ്വാഭാവികമായിട്ട് നിയമ നടപടിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ അവർ അപ്പീൽ നൽകും, വധശിക്ഷ ഒഴിവാക്കണം എന്നാവശ്യപ്പെടും. ഹൈക്കോടതി ഒഴിവാക്കിയില്ലെങ്കിൽ അവർ സുപ്രീം കോടതിയെ സമീപിക്കും. സുപ്രീം കോടതി ഒഴിവാക്കിയില്ലെങ്കിൽ ദയാഹർജി നൽകും. പക്ഷേ നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പേർ ഇപ്പോഴും തൂക്കുകയർ കാത്ത് വിവിധ ജയിലുകളിൽ, കേരളത്തിലെ വിവിധ ജയിലുകളിൽ കടന്നിട്ടുണ്ട്. വധശിക്ഷ നടപ്പാക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ രക്ഷിതാക്കൾക്ക് ആശ്വാസം നൽകുന്ന, പ്രോസിക്യൂഷന് സന്തോഷം നൽകുന്ന വിധി തന്നെയാണ് പരമാവധി ശിക്ഷ സമാഹരിക്കാൻ കഴിഞ്ഞു, നേടാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അപ്പം രക്ഷിതാക്കളെ സംബന്ധിച്ചും നിയമം തങ്ങൾക്ക് അനുകൂലമായി നിലകൊള്ളുന്നു എന്ന ആത്മവിശ്വാസവും തൃപ്തിയും ഉണ്ടാകുന്നു. സമൂഹത്തിനും ശരിയാവണ്ണമുള്ള സന്ദേശം നൽകാൻ ഇതിൽ കഴിയുമെന്നാണ് ജഡ്ജ് വിചാരിക്കുകയും ചെയ്യുന്നത്.